ക്ലയൻറ്റ് ഹസ്ബൻഡാണ്. സോ ആള് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വൈഫ് ഇമോഷണലി ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. ക്ലയൻറ്റിൻ്റെ അച്ഛനും അമ്മയിലും അവരിൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. ഇപ്പോൾ ഫിനാൻഷ്യലി നോക്കുമ്പോൾ അച്ഛൻ കുറച്ച് ലോ ആണ്. അമ്മ അത് മൂലം വർക്കിന് പോയിട്ട് അമ്മ കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. സോ അവിടെ അമ്മയിൽ ഇമോഷൻ റെഗുലേഷൻ കുറച്ച് ഓക്കെയാണ്. ക്ലയൻറ്റിൻ്റെ വൈഫിൻ്റെയിലോട്ട് വരുമ്പോൾ ആൾ ഭയങ്കര ഇമോഷണലാണ്, ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അവിടെ ചില കമ്പാരിസൺസ് നടക്കാറുണ്ട്. ഈ ലോകത്തെ ഏറ്റവും നല്ല ഫങ്ഷണലായ ഫാമിലിയിൽ ഏറ്റവും നല്ല സ്നേഹത്തിൻ്റെ ഡീപ്പായിട്ടുള്ള സ്നേഹം ആണെന്നാണ് അമ്മ. അമ്മയുടെ നിന്ന് എന്തൊക്കെ നല്ലത് കിട്ടി, അമ്മ ടുവേർഡ്സ് അമ്മയോടുള്ള ഒരു ഇഷ്ടം ഉണ്ടല്ലോ, അമ്മേനെ പോലെ എക്സ്പെക്ട് ചെയ്യാണ്, റോങ്ലി മിസ്പ്ലേസ് ചെയ്യാണ്. അതേ സ്ഥാനത്ത് കുഞ്ഞിലെ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, അത് ജനറ്റിക്കലി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഓക്കെ മാം. സോ ഇവിടെ ചില കേസസ് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ ക്ലയൻറ്റ് ഹസ്ബൻഡാണ്. സോ ആള് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വൈഫ് ഇമോഷണലി ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. സോ അത് അവരുടെ ഈ ക്ലയൻറ്റിൻ്റെ അച്ഛനും അമ്മയിലും അവരിൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഫിനാൻഷ്യലി നോക്കുമ്പോൾ അച്ഛൻ കുറച്ച് ലോ ആണ്. അമ്മ അത് മൂലം വർക്കിന് പോയിട്ട് അമ്മ കുറച്ചും കൂടിയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. സോ അവിടെ അമ്മയിൽ ഇമോഷൻ റെഗുലേഷൻ കുറച്ച് ഓക്കെയാണ്, അല്ലെങ്കിൽ ആൾക്ക് ഓക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇവിടെ ആളിലോട്ട് വരുമ്പോൾ, ക്ലയൻറ്റിൻ്റെ വൈഫിൻ്റെയിലോട്ട് വരുമ്പോൾ ആൾ ഭയങ്കര ഇമോഷണലാണ്, ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അവിടെ ചില കമ്പാരിസൺസ് നടക്കാറുണ്ട്. എൻ്റെ അമ്മയെ പോലെ കണ്ട് പഠിച്ചൂടെ, അല്ലെങ്കിൽ അമ്മ എന്നോട് ഇങ്ങനെ ചെയ്യാറില്ലല്ലോ എന്ന് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാവാറുണ്ട്. സോ ഇത് എന്തുകൊണ്ടായിരിക്കും? ഈ ലോകത്തെ ഏറ്റവും നല്ല ഫങ്ഷണലായ ഫാമിലിയിൽ ഏറ്റവും നല്ല സ്നേഹത്തിൻ്റെ ഡീപ്പായിട്ടുള്ള സ്നേഹമാണ് അമ്മ, അല്ലേ? ഇത് കംപ്ലീറ്റ്ലി റോങ്ലി മിസ്പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുക. അമ്മയുടെ നിന്ന് എന്തൊക്കെ നല്ലത് കിട്ടി, ടുവേർഡ്സ് അമ്മയോടുള്ള ഒരു ഇഷ്ടം ഉണ്ടല്ലോ. അമ്മ ഈ ലോകത്ത് ഈ പറഞ്ഞ പോലെ ഈ റീസെൻ്റ് ഒരു കേസിൽ ഇവൻ വെട്ടാൻ ശ്രമിച്ചിട്ട് പോലും എൻ്റെ മോനല്ല എന്ന് പറഞ്ഞതാണ് അമ്മയുടെ. നല്ല അമ്മമാർ കേട്ടോ, അല്ലാത്ത അമ്മമാരും ഉണ്ട്. സാധാരണ നമ്മുടെ കേരളത്തിലെ ഒരു 100ൽ 70 എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അമ്മ അതാണ്. അമ്മേനെ പോലെ എക്സ്പെക്ട് ചെയ്യാണ്, റോങ്ലി മിസ്പ്ലേസ് ചെയ്യാണ്. ആ കുട്ടിക്ക് ആ കുട്ടി ആവാൻ മാത്രമേ പറ്റുള്ളൂ. അതും പുതിയ ജനറേഷൻ ആണെങ്കിൽ ആ ജനറേഷൻ അനുസരിച്ച് കുട്ടിക്ക് ഓടിക്കഴിഞ്ഞാലാണ് ജോബും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അതിനനുസരിച്ചിട്ടുള്ള തീർച്ചയായിട്ടും ചില സാധനങ്ങളും അവർക്ക് ഉണ്ടാകും, നോർമൽ ആയിട്ടുള്ളത്. അതേ സ്ഥാനത്ത് കുഞ്ഞിലെ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, അത് ജനറ്റിക്കലി കുറച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പക്ഷെ വി ക്യാൻ ഡീൽ ഇറ്റ്. അതൊക്കെ അവര് ഒന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തെറാപ്പിയിൽ അത്രയും മിറാക്കിൾസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. പക്ഷെ എല്ലാവരും സിവിയർ ആയിട്ടാണ് എത്തുന്നത്. അതായത് മെന്റൽ ഹെൽത്ത് ഡിസോർഡർ ആയിട്ട് എത്തുക. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് ഇങ്ങനൊരു സംഭവം. ഒരു MBBS പഠിക്കുന്ന ഒരു പയ്യൻ, ആള് എക്സ്ട്രീം OCPD ആണ്, ഡിസോർഡർ ഇല്ല, ട്രൈറ്റ് ആണ്, ലോജിക്കൽ പേഴ്സൺ ആണ്, നമ്മുടെ കപ്പാസിറ്റി പറഞ്ഞ ഇമോസെക്ഷുവാലിറ്റി ആണ്. എന്നോട് വന്നിട്ട് ഒരു 3-4 കൊല്ലമായിട്ടുണ്ട്. വന്നിട്ട് ചോദിച്ചു എന്തായിരുന്നു സെഷന് വരാനുള്ള സംഭവം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കൊരു ഡൗട്ട്, ഈസ് ഇറ്റ് ആം പാരനോയിഡ്? ആക്ച്വലി നമുക്ക് തോന്നിയൊരു ഇഷ്ടമുണ്ടല്ലോ, അത്രയും അവെയറായി പ്രിവെൻഷൻ ബെറ്റർ ദാൻ ക്യൂർ എന്ന് എത്രയോ മെൻ്റൽ ഹെൽത്തിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാലും ആ സംഭവം ആളുകൾക്ക് കിട്ടുന്നില്ല. അപ്പം അത് ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ടല്ലേ? ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരും വന്നിട്ടുണ്ട്. ഇവിടെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ഒരു സംഭവമല്ല. ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ പോലും ജീവിതത്തിൽ അപ്ലൈ ചെയ്യാത്തവരുണ്ട്. ഓക്കെ, ഇൻസൈറ്റാണ് വേണ്ടത്, അതിൽ കാറ്റഗറി ഒന്നുമില്ല. പക്ഷെ ആ ചോദിച്ച സമയം തന്നെ ഉണ്ടല്ലോ കുറച്ച് ബിഹേവിയറൽ സാധനങ്ങൾ പറഞ്ഞു തന്നു.
അത് പാരനോയിഡ് ഒന്നും അല്ലായിരുന്നു, പക്ഷെ അത് ഒരൊറ്റ സെഷൻ കൊണ്ട് ഫിനിഷ് കഴിഞ്ഞു. ഓക്കെ. ഇതുപോലെ എല്ലാവരും ചെയ്തിരുന്നെങ്കിലോ എന്ന് ഒന്ന് ആഗ്രഹിച്ചു പോയി. എപ്പോഴും നമ്മൾ ഈ ഡിസോർഡേഴ്സിനെയും അസുഖങ്ങളെയും ട്രീറ്റ് ചെയ്യാതിരിക്കുമ്പോഴുണ്ടല്ലോ, നമ്മളെപ്പോലെ വേറൊരു മനുഷ്യനെ നമ്മൾ ട്രീറ്റ് ചെയ്യാതിരിക്കുന്നത്. അത് എത്ര തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെയിനാണത്. ഓക്കെ, ഇപ്പോൾ ഒരു അസുഖമുള്ളവർ വന്ന് ഫിസിക്കൽ ഇഷ്യൂ ഉള്ളവർ വന്നാൽ പോലും നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്കും ഇതൊക്കെ മനുഷ്യർ ടു മനുഷ്യരാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു അവെയർനെസ് അവർക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഓക്കെ, നമുക്ക് കംപ്ലീറ്റ്ലി ഡീൽ ചെയ്യാൻ പറ്റും അത്. അപ്പൊ ഈ കപ്പിളിലും ചെയ്യേണ്ടത് അവർ ഓക്കെ ആയി റെഡി ആയി ജഡ്ജ്മെന്റ് ഇല്ലാതെ, ഇത് കപ്പിള് വരുമ്പോ തന്നെ ഉണ്ടല്ലോ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞാല് ഇവൾക്കാ പ്രശ്നം, ഇവൾക്കാ പ്രശ്നം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ചുരുക്കം പറഞ്ഞ മുത്തം ഭ്രാന്ത് ഇവർക്കാ. ഭ്രാന്ത് എന്നുള്ളത് മെന്റൽ ഡിസോർഡറിനെയാണ് മലയാളത്തിൽ ഭ്രാന്ത് എന്ന് പറയുന്നത്. പക്ഷെ ഭ്രാന്ത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ട്രോമയാണ്. പക്ഷെ അതൊക്കെ മാറ്റേണ്ട. ഇപ്പൊ ന്യൂ ജെന്നിന്റെ ഒരു പുതിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ടെന്ന് വെച്ചാല്, എന്തോ ചിരിച്ച് വർത്താനം പറഞ്ഞിട്ട് ഇത് ഓട്ടിസ്റ്റിക് ആണ്, ഓക്കെ ഇത് ADHD ആണെന്ന്, അത് ആ പിള്ളേര് ഒന്ന് ഡീസെൻസിറ്റൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര രസാട്ടോ. അതാ പറയുമ്പോ ആ ട്രൈറ്റും ആ സമയത്ത് ഓപ്പോസിറ്റ് ഉള്ള ആള് കാണിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമുക്കുണ്ടല്ലോ ഒന്ന് ജനറലൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഭയങ്കര പെയിനും വിഷമവും തല്ലൂട്ടവും ഇതൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി മാറി എല്ലാവരും ഒരു എക്സ്ട്രീം ഹാപ്പിനെസ് അല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് സമാധാനത്തോടു കൂടി ലൈഫ് കൊണ്ടുപോവാലോ. ഓക്കെ മാം, ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മാം പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ക്ലാരിറ്റിയും അതുപോലെ തന്നെ പാരനോയിക് നേച്ചറും. സോ അതിൽ തന്നെ ഈ ഒരു ക്ലാരിറ്റി മൂലം പല കപ്പിൾസിലും ഒരു പാരനോയിക് നേച്ചർ ഓപ്പോസിറ്റ് കപ്പിൾ പറയാറുണ്ട്. ഇപ്പോൾ ആൾ പാരനോയിക്കാണ്, എന്നോട് ഈ ഒരു കാര്യം വീണ്ടും 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 ചോദിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ക്ലാരിറ്റി ഒരാൾക്ക് ആവശ്യം. ഇപ്പോൾ ഒരു OCP വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അവരുടെ ലൈഫിൽ? അത് മൈൽഡ് ടു മോഡറേറ്റ് ഒക്കെയാണ്, പക്ഷെ ആ ഇമ്പോർട്ടൻസ് മോഡറേറ്റ് ടു മുകളിലേക്ക് ആകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത് ഡിസോർഡർ ആയിട്ട് മാറും. അത് പുറത്തുള്ളവരൊക്കെ വിടൂ, ആ വ്യക്തി തന്നെ എന്തോ പറയാ അനുഭവിക്കുന്നേ, എന്തിനത്ര അനുഭവിക്കുന്നേ. അതായത് അവരിലുള്ളത് അപ്പുറത്തേക്ക് പിന്നെ അടിച്ചേൽപ്പിക്കാനായിട്ടാണ് നോക്കുന്നത്. ഓക്കെ, ഈ ആള് ചോദിക്കുമ്പോഴും ക്ലാരിറ്റി സീക്ക് ചെയ്യുമ്പോഴും you know how many hours, how many days, how many months ഈ ബ്രെയിനിലെ കെമിക്കൽസ്, സെറട്ടോണിൻ എന്ന് പറഞ്ഞ കെമിക്കൽസ് ഒക്കെ ബാലൻസ്ഡ് ആയ കാലം മറന്നിട്ടുണ്ടാവും. ഓക്കെ, സെറട്ടോണിനൊക്കെ പോയി നമ്മളിങ്ങനെ വിളിക്കേണ്ടി വരും. അത്രയ്ക്കും നമ്മൾ എന്തിനെങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യം. സ്വന്തം ചിന്തിക്കുക, നമ്മൾ ബാക്കിയുള്ളവരെക്കാളും കൂടുതൽ ഞാൻ എന്തിനാ സഫർ ചെയ്യുന്നത്. ഈസ് ഇറ്റ് ലോജിക്കൽ തിങ്കിങ്? Is it part of my survival? Then we can walk together, no problem. Yes. പക്ഷെ അതർവൈസ് അത് വേണ്ട എന്ന് അവർ വിചാരിച്ചിട്ടല്ലോ. അതിനാണ് വന്നിട്ട് ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 1 വീക്കൊക്കെ നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട. നമ്മളൊക്കെ നല്ല കഴിവുള്ളവരെ എന്തൊക്കെ സർവൈവ് ചെയ്തിട്ട് നമ്മൾ വന്നിരിക്കുന്നത്, നമ്മളുടെ എല്ലാ മനുഷ്യന്മാരും എല്ലാ ക്ലയൻസും. After 1 week also this same pattern is continuing means go and take the therapy. ഓക്കെ, ഒരു അസസ്മെന്റെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞാൽ they will get the clarity. അത് സൈക്കോളജിസ്റ്റ് കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ വേണം. ഓക്കെ, സോ ഇതുപോലെ തന്നെ ഇപ്പോൾ ഒരു പാസീവ് അഗ്രഷൻ, ഇപ്പോൾ ഇവർക്ക് കുട്ടിക്കാലം തൊട്ട് തന്നെ ഒരു പക്ഷേ അച്ഛൻ്റെ അടുന്നോ അമ്മയുടെ അടുന്നോ കിട്ടിയ സ്നേഹത്തിൽ തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ അവർ ഒബ്സർവ് ചെയ്തെടുത്ത കാര്യങ്ങളിൽ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായത് മൂലം ഒരു പാരനോയിക് നേച്ചറോ അല്ലെങ്കിൽ ഒരു ഇഷ്ടമില്ല എന്നുള്ളൊരു രീതിയിലോട്ട് എത്തിച്ചേരാനായിട്ട് സിറ്റുവേഷൻസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഇത് ലേറ്റർ ഓൺ ഒരു പാസീവ് അഗ്രഷൻ എന്നുള്ള രീതിയിൽ ഇവർ അച്ഛനോടോ അമ്മയോടോ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവാറുണ്ട് ഒരു അഡൽട്ട് സ്റ്റേജിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്ക്. സോ ഇതിനെ എങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ആണ് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുക ഇപ്പോൾ ഇത്തരത്തിലുള്ള ക്ലയൻസ് പാരൻറ്റുമായിട്ടുള്ള ഒരു ഡിറ്റാച്ച്മെൻറ്റ്, പിന്നെ ലേറ്റർ ഓൺ അതൊരു പാസീവ് അഗ്രഷനിലോട്ട് ക്ലയൻസ് കൊണ്ട് എത്തിക്കാറുണ്ട്. അതൊരു സെൽഫ് ഡിസ്ട്രക്ഷനിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ടോ?
ഉണ്ട്. ഇതിലേ പാസീവ് അഗ്രഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഡയറക്റ്റ് ഒരു ചീത്ത പറയുന്നതോ അല്ലെങ്കിൽ ഡയറക്റ്റ് പറ്റില്ല എന്ന് പറയുന്നതോ പ്രശ്നമില്ല. പാസീവ് അഗ്രഷൻ ഇസ് എ മോസ്റ്റ് ഡേഞ്ചറസ് റൈറ്റ് എന്ന് ഞാൻ പറയാം. അതായത് വീട്ടിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ, ഇപ്പോൾ പാസീവ് അഗ്രഷൻ ഇല്ലാതെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കുട്ടീനെ പിടിച്ച് നല്ല തല്ലിക്കഴിഞ്ഞാൽ അയ്യോ എനിക്കറിയില്ല, നെക്സ്റ്റ് ഞാൻ ചെയ്യുമോ എന്നുള്ളത് അറിയില്ല, ചിലപ്പോൾ ചെയ്തേക്കാം, വീണ്ടും അടി വാങ്ങിച്ചു. പാസീവ് അഗ്രഷനിലുണ്ടല്ലോ എത്ര അടി കിട്ടിക്കോട്ടെ, ഒരു എക്സാമ്പിളാണ്, എത്ര അടി കിട്ടിക്കോട്ടെ, ദേ വിൽ റിപ്പീറ്റ് ദ സെയിം തിങ്. അവസാനം എത്ര പവർഫുൾ ആയിക്കോട്ടെ, എത്ര അഡൾട്ട് ആയിക്കോട്ടെ, എഴുതി തള്ളാന്ന് പറയില്ലേ നമ്മുടെ ഇതില്, എഴുതി തള്ളി വിടും. അപ്പോഴും അവിടെ സംഭവിക്കുന്നത് എന്താ, അവരെ മോൾഡ് ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല. സെക്കൻഡ് തിങ്, നമ്മുടെ പ്രേഷ്യസ് ആയിട്ടുള്ള ഹോമോസാപ്പിയൻ ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ പുറം തള്ളപ്പെടുകയാണ് സൊസൈറ്റിയിൽ നിന്ന്, വിച്ച് ഈസ് വെരി വെരി പെയിൻഫുൾ പാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, അപ്പോൾ പാസീവ് അഗ്രഷൻ എന്ന് പറയുന്നത് ഞാനിതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക. പക്ഷെ ഈ ക്യാരക്ടർ കുട്ടിക്ക് വന്നത് എന്തുകൊണ്ടാണ്, ആ കുഞ്ഞുനാൾ മുതൽ ഇമോഷൻ വേണ്ടടുത്ത് തല്ലിയും കുത്തിയും. നമുക്ക് സ്ട്രിക്റ്റ് ആകാം, നോ പ്രോബ്ലം മറ്റുള്ള, കാരണം ബിഹേവിയർ മോഡിഫിക്കേഷൻ വരുന്നത് അപ്പോഴാണ്. കുറേ പാരൻസ് അങ്ങനെ വളർത്തിയോണ്ടായിരിക്കും നമുക്കൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. പക്ഷേ കൺട്രോളിങ് അവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അപ്പൊ കഴിഞ്ഞു. എന്നിട്ട് ഇൻ ദ നെയിം ഓഫ് നമ്മൾ പറയില്ല ഒരു പ്യുവർട്ടി സംഭവങ്ങൾ, ആ കുട്ടി ഇമോഷൻസ് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ റിജക്ഷൻ, ഇപ്പൊ വലിയ ആൾക്കാരായിട്ട് നമ്മൾ ഇരുന്നിട്ട് എന്നെ അത് ബാധിച്ചില്ല, കാര്യങ്ങളാക്കിയില്ല എന്നുള്ളത് പറയരുത്. ബാധിച്ചിട്ട് നമ്മുടെ ചൈൽഡ്ഹുഡ് ട്രോമയെ നമ്മളെ മോൾഡ് ചെയ്യണത്. അന്ന് കുട്ടിക്ക് ഇമോഷൻസ് കിട്ടാത്തത് കൊണ്ട് തന്നെ അവരെന്താ കാണിക്കുക, അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ആണ്. അതാണ് നാജി ഇപ്പൊ പറഞ്ഞ അവര് പാസീവ് അഗ്രഷൻ ബിഹേവിയറിലേക്ക് വരാനുള്ള കാരണം. അപ്പോ എങ്ങനെ പറഞ്ഞാലും നമ്മൾ വീണ്ടും പോണത് ചൈൽഡ്ഹുഡിലേക്കാണ്. പിടികിട്ടിയോ? പാരൻസിന്റെ പാരന്റിങ് സ്റ്റൈല്, അത് എല്ലാ പാരൻസും ഇപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. ആൾക്കാർ ഏത് പാരന്റിങ് സ്റ്റൈല് വേണം, എനിക്ക് പാരൻസിന്റെ ഇത് ചെയ്യണം, ഞാൻ എങ്ങനെ ചെയ്താലാവും, ഏത് മെത്തേഡായിരിക്കും പാരന്റിങ് സ്റ്റൈലിൽ നല്ലത്, ഇപ്പൊ ആൾക്കാർ ചോദിച്ചു വരുന്നത്. പക്ഷെ പണ്ടത്തെ ആളുകൾക്ക് അത് അറിയാത്തത് കൊണ്ട് തന്നെ ബ്ലൈൻഡ്ലി ദേ വർ ഫോളോയിങ്, ഈ ഒരു സംഭവം ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് ആ റിജക്ഷൻ കാണിക്കുമ്പോൾ അത് വലുതാകുമ്പോഴും ചിലപ്പോൾ അതോറിറ്റീസിനോടായിരിക്കും അവർക്ക്. ഓക്കെ, നമ്മളെ പൊസിഷൻ തന്നെ പോയി കിട്ടും. എല്ലായിടത്തും ഹൈറാർക്കി ഉണ്ടല്ലോ ഈ ലോകത്ത്, നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഹൈറാർക്കി, യു ഹാവ് ഹൈറാർക്കി, ഐ ഹാവ് ഹൈറാർക്കി, മേ ബി ഇൻ ദ ഫാമിലി, മേ ബി ഇൻ ദ ഒഫീഷ്യൽസ് പാർട്ട്. സോ അവിടെയൊക്കെ പാസീവ് അഗ്രഷൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ മോൾഡിങ്, പ്രൈമർ കെയർ ടേക്കർ, എവറിത്തിങ് ഫ്രം അവർ പാരൻസ്. ഓക്കെ മാം, ഇപ്പോൾ ചില ഫാമിലീസിൽ ചില കുട്ടികൾ കുഞ്ഞുനാൾ മുതൽ തന്നെ, അല്ലെങ്കിൽ ഒരു 18 വയസ്സോ 17 വയസ്സോ ഒക്കെ മുതൽ തന്നെ റെസ്പോൺസിബിലിറ്റീസ് വെച്ച് കൊടുക്കാറുണ്ട്. സോ ഈ ഒരു റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് തുടങ്ങിയതിന് ശേഷം ഈ കുട്ടി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ സെൽഫായിട്ടുള്ള ഒരു സെൽഫ് ലവോ അല്ലെങ്കിൽ ഒരു ഇമോഷണലി എക്സ്പ്രസ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. സോ ഈ റെസ്പോൺസിബിലിറ്റിയുടെ കൂടെ ആയിട്ടായിരിക്കും ആൾ ജീവിച്ചിട്ടുണ്ടാവുക. സോ ഇത് ഒരു OCP ഒരു പേഴ്സണാലിറ്റി നയിക്കോ, ഇങ്ങനെ ഒരു വ്യക്തിത്വത്തിലോട്ട് നയിക്കാൻ ചാൻസസ് ഉണ്ടോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. ആൾക്കാരിൽ ഇമോഷൻസ് ആ കിട്ടാണ്ട് വന്നത്, അതുപോലെ തന്നെ 15 വയസ്സിൽ ഓടി നടന്ന് കുരുത്തക്കേടൊക്കെ, നമ്മുടെ മലയാളത്തിൽ കുരുത്തക്കേടൊക്കെ കാണിച്ചു നടക്കുന്ന പ്രായത്തിൽ 40-40 വയസ്സുള്ള മെയിൽ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ചെയ്യുമ്പോൾ അപ്പോൾ വലിയൊരു സംഭവമായിട്ട് തോന്നും. ബിക്കോസ് എൻ്റെ കൂടെ ഉള്ളവരെക്കാളും ഞാനൊരു ഫാമിലി നോക്കുന്നു, കാര്യങ്ങളാക്കുന്നു. പക്ഷെ അവരുടെ ആ ടൈം പോയി കിട്ടുക, ആ സമയത്ത് അവർക്ക് അറ്റൻഷൻ കിട്ടുന്നുണ്ടാവും ചുറ്റുമുള്ളവരിൽ നിന്ന്. അത് കഴിഞ്ഞ് 30-40 ആകുമ്പോൾ ഇഷ്ടം പോലെ മെയിൽ അങ്ങനെ വരാറുണ്ട് കേട്ടോ. അവരെ ആർക്കും വേണ്ട എന്നൊരു അവസ്ഥ ഉണ്ടല്ലോ, അവരൊക്കെ സെറ്റിൽഡ് ആയിട്ടുണ്ടാവും. അപ്പം നമ്മളുടെ ആ പ്രായമാണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ OCPD ഉണ്ടോയെന്ന് ചോദിച്ചാൽ ആങ്സൈറ്റി, OCPD വേറെ സംഭവങ്ങളൊക്കെ വരാനായിട്ട് അതിൽ ചാൻസസ് ഉണ്ട്. പക്ഷേ നമ്മളെപ്പോഴും നമ്മളുടെ ഓരോ ഏജിലുള്ള സംഭവങ്ങൾ, നല്ല സാധനങ്ങൾ കാണുക, കുരുത്തക്കേടുകൾ കാണിക്കുക, അതിൽ നിന്ന് കിട്ടിയാണ് ആ ഇമോഷൻസിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മളെപ്പോഴും വരേണ്ടത്. ഓക്കെ മാം, ഇപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ ഇപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റീസ് ഇവർ ഏറ്റെടുക്കുമ്പോൾ തന്നെ ഒരു ഗുഡ് ലേബൽ
എന്നുള്ള ഒരു ലേബലിംഗ് വരുമ്പോൾ ഇതും ഒരു ഭാഗമാവാൻ ചാൻസസ് ഉണ്ടോ അവരുടെ ഒരു പേഴ്സണാലിറ്റി മോൾഡ് ചെയ്തെടുക്കാനായിട്ട്? ഗുഡ് ലേബൽ അല്ലെങ്കിൽ ഗുഡ് കിഡ്, അല്ലെങ്കിൽ നല്ല കുട്ടിയാണ് ബാക്കിയുള്ള കുട്ടികളെക്കാൾ കൂടുതൽ ഈ ഒരു പ്രായത്തിൽ ചെയ്ത് എടുക്കുന്നുണ്ട് റെസ്പോൺസിബിളായിട്ട്. സോ ഇത് ഏതെങ്കിലും ഒരു തരത്തിൽ വ്യക്തിത്വത്തെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ടോ ഈ ഒരു OCP? ഗുഡ് കിഡ് എന്നുള്ളത് നല്ലതല്ലേ? നമ്മളെല്ലാവരും ഇഷ്ടപ്പെടാൻ നമുക്ക് ഇഷ്ടമല്ലേ? പക്ഷെ നമ്മളുടെ ഇഷ്ടങ്ങൾ സപ്രസ് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിച്ച് എന്നാലും അവിടെ നിന്ന് ഓപ്പോസിറ്റ് നിന്ന് നമുക്ക് ആ ഒരു റിയാക്ഷൻ കിട്ടാണ്ടാകുമ്പോൾ ഈ ഗുഡ് കിഡ് എന്നുള്ളത് ടേൺ ചെയ്യാനും അങ്ങനെ ക്ലയൻസ് നമ്മളെ അടുത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഗുഡ് കിഡ് ഇറ്റ്സ് റിയലി ഗുഡ് എന്നാണ് ഞാൻ പറയാം. സോഷ്യലി അഡാപ്റ്റബിൾ ആണ്. പക്ഷേ അത് നമ്മുടെ അതോറിറ്റേറിയൻ പാരന്റിങ് എന്ന് പറഞ്ഞ പോലെ ആ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കുട്ടികൾ ഭയങ്കര ഒബീഡിയന്റും കാര്യങ്ങളായിരിക്കും. പക്ഷെ എപ്പോഴും അവരുടെ സാധനങ്ങൾ അവർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അതോറിറ്റേറ്റീവ് പാരന്റിങ് ഉണ്ട്. ആ പാരന്റിങ്ങിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണലി അവൈലബിൾ ആയിരിക്കും പാരൻസ്. അതേ സമയം തന്നെ ഡിമാൻഡിങ്നെസ്സും ഉണ്ടാകും. ഇന്ന എക്സ്പെക്ടേഷൻസ് ഞങ്ങൾക്ക് ഉണ്ട്, യു ഹാവ് ടു റീച്ച് ഇറ്റ്. അപ്പം അത് പൊട്ടയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു പ്രോപ്പർ ഐഡിയ വേണമല്ലോ. ഫോർച്ചുനേറ്റ്ലി അൺഫോർച്ചുനേറ്റ്ലി എന്ന് എനിക്കറിയില്ല, അതോറിറ്റേറ്റീവ് പാരന്റ് ആണ് എപ്പോഴും. പിന്നെ ഹെലികോപ്റ്റർ പാരന്റിങ് ഒക്കെ ഉണ്ട്, അത് ഭയങ്കര. പിന്നെ അതുപോലെ തന്നെ ഫുള്ളി പെർമസീവ് പാരന്റിങ്ങിന് ഫുള്ളി ഫ്രീഡം കൊടുത്തിട്ട് കുട്ടികളെ വളർത്തുക. ഓക്കെ, അപ്പൊ അതിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സ് പോലെ ആയിരിക്കും, പാരന്റ്സിലെ ഫ്രണ്ട്സ് പോലെ ആയിരിക്കും അവര്. ആ ട്രോമാസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ആ കുട്ടികളുടെ നെഗറ്റീവ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും റൂൾസും കാര്യങ്ങളും ഫോളോ ചെയ്യാനായിട്ട് അവർക്ക് സ്ട്രെസ് വരും. യൂസ്ഡ് അല്ലല്ലോ, പാരന്റ്സിൻ്റെ അത് കിട്ടിയിട്ടില്ല. ഇറ്റ്സ് ലൈക്ക് വേൾഡ് മൊത്തം ഫ്രണ്ട്ഷിപ്പ് പോലെ പോണത്. പക്ഷെ ചില കാര്യത്തിൽ നമുക്ക് റൂൾസ് പാലിക്കേണ്ടി വരും. അപ്പോൾ അതോറിറ്റേറ്റീവ് പാരന്റ് ആണെങ്കിൽ ഇത് രണ്ടും അവര് ഡിമാൻഡിങ്നെസ് മാത്രമല്ല, കൺട്രോൾ കൊടുക്കൽ മാത്രമല്ല, അവര് കുഞ്ഞുങ്ങൾക്ക് ഇമോഷൻസും കൊടുക്കുന്നുണ്ട്, ഇൻഡിപെൻഡൻസും കൊടുക്കുന്നുണ്ട്, എല്ലാം അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പാരന്റിങ്ങിന്റെ ബേസിസിൽ ഈ അതോറിറ്റേറ്റീവ് പാരന്റ് ആണ് പറയുന്നതെങ്കിൽ കംപ്ലീറ്റ്ലി ഫൈൻ വിത്ത് ദാറ്റ്. യു ക്യാൻ ബി ഗുഡ് ചൈൽഡ്. ബട്ട് ഓപ്പോസിറ്റ് അതോറിറ്റേറിയൻ ആണ് പറയണമെങ്കിൽ നോട്ട് ഓക്കെ വിത്ത് ദാറ്റ്. അത് നല്ല ട്രോമാസിന് വഴിതെളിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഒരുപാട് OCP അതുപോലെ തന്നെ OCD റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് സംസാരിച്ചു. അതിൻ്റെ ബേസ് ലെവലിലും പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവരും മൈൻഡ്ലിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനിയുള്ള വീഡിയോസ് നിങ്ങളിലോട്ട് എത്തുന്നതായിരിക്കും. സോ thanks for watching and stay tuned.